CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടികയറി. ജനുവരി 28, 29 തീയതികളിലാണ് നേർച്ച. സംഗീത സംവിധായകൻ KJ ജോയ് അന്തരിച്ചു. പുലർച്ചെ 2:30 ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം. തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശിയായ KJ ജോയ് 200-ലേറെ ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കി. സംസ്ഥാനത്തെ ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 ദിവസങ്ങളിലായി നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ബദ്ക്ലേവിന് തുടക്കമായി. ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയത്തിലെ വിശുദ്ധരായ സെബസ്തിനോസിന്റെയും റഫായേൽ മാലാഖയുടെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ജനുവരി 20, 21, 22 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. വെള്ളാറ്റഞ്ഞൂർ സജിത് ഗുരുക്കൾ സ്മാരക പ്രഥമ പുരസ്കാരം പ്രശസ്ത ഹസ്ത്യായുർവേദ പണ്ഡിതൻ നാഗേരി വാസുദേവൻ നമ്പൂതിരിക്ക് സമ്മാനിച്ചു. വെള്ളാറ്റഞ്ഞൂർ പൌരാവലി സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത ആയുർവേദ ഡോക്ടറും സംഗീതജ്ഞനുമായ ബാജി പുരസ്കാരം സമർപ്പിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള പാലിയേറ്റീവ് കെയർ ദിനമായ ജനുവരി 15-ന് കുന്നംകുളം മേഖലയും ടൗൺ വെസ്റ്റ് യൂണിറ്റും സംയുക്തമായി ചേർന്ന് നിർധനരായ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു. മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങൾക്ക് നിരവധി തവണ അർഹനായ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിനെ കുന്നംകുളത്തെ സുധ പാരലൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ആദരിച്ചു. വരവൂർ പഞ്ചായത്തിന്റെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ സാന്ത്വന പരിചരണ ദിനം ആചരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. ആർമി ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ 24 കേരള ബറ്റാലിയൻ NCCയിലെ ആർമി ഓഫീസറായ മേജർ PJ സ്റ്റൈജുവിനെ ആദരിച്ചു. CPM വടക്കാഞ്ചേരി ഏരിയ തല സംയോജിത കൃഷിയുടെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. ചിറ്റണ്ട പഴഞ്ഞാറ്റുമുറി ഹരിദാസന്റെ സ്ഥലത്താണ് കൃഷി ചെയ്തത്. വേലൂർ മണ്ഡലം കോൺഗ്രസ് 169-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി സംഗമവും പ്രവർത്തക കൺവെൻഷനും നടന്നു. ഉമ്മൻചാണ്ടി നഗറിൽ DCC ജനറൽ സെക്രട്ടറി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്രാവഗണന എന്ന മുദ്രാവാക്യമുയർത്തി DYFI ജനുവരി 20-ന് സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം കണ്ടാണിശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. മുണ്ടത്തിക്കോട് പാദ്രിക്കോട്ടുകാവിൽ തെക്കുമുറി വിഭാഗം ഒരുക്കിയ നിറച്ചാർത്ത് നൃത്തസന്ധ്യയ്ക്ക് സമാപനം. കൺവീനർ KR പ്രശാന്ത്, പ്രസിഡന്റ് K ചന്ദ്രദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വളർത്തുമൃഗങ്ങളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി തെണ്ടൻ അടനിവേദ്യം നടത്തി. പാലയൂർ ചേഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായാണ് അതിവിശേഷമായ ചടങ്ങ് നടത്തിയത്. ബാലഗോകുലം പുന്നേർകുളം താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ അയോധ്യ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് താലൂക്കിലെ വിവിധ ബാലഗോകുലങ്ങളിൽ ശ്രീരാമജയം പരിപാടി നടത്തി. തയ്യൂർ യുവതരംഗം ഗ്രന്ഥശാലയ്ക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച കസേരകളുടെ സ്വീകരണവും MLA അനുവദിച്ച പുസ്തകങ്ങളുടെ പ്രദർശനവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ജനകീയ ചോദ്യം ഉന്നയിച്ച് ജനുവരി 20-ന് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി DYFI പുന്നേർകുളം വെസ്റ്റ് മേഖലാ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂൾ കുട്ടികൾ തയ്യാറാക്കുന്ന സംയുക്ത ഡയറിയുടെ പ്രകാശനം നടന്നു. കുട്ടികളിൽ ഡയറി എഴുത്ത് ശീലം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാർത്ഥികൾക്കായി പദ്ധതി തയ്യാറാക്കിയത്. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2003-2004 SSLC ബാച്ച് ഒരുമിച്ചിരിക്കാം ഒരിക്കൽ കൂടി എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. CPI വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടമന നാരായണൻ നായർ അനുസ്മരണം നടത്തി. CPI മുതിർന്ന നേതാവ് NK മണി പതാക ഉയർത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, YouTube ചാനൽ, Facebook പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.